ഹിന്ദുത്വ ഐഡിയോളജിയെ അവിടെ സ്ഥാപിക്കാൻ ശ്രമിച്ച കാലം മുതൽ പിന്നീട് അങ്ങോട്ട് ഇന്ത്യയുടെ പൊതുവായ സ്വാതന്ത്ര്യ സമരധാരയ്ക്ക് കുറുകെ നിന്ന മനുഷ്യരാണിവർ. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനകളായി മാർക്ക് ചെയ്യാൻ പറ്റുക? ആ പ്രശ്നം അവിടെ ഉണ്ട്. അത് കോടതി കാണുമോ എന്നുള്ള വേറെ കാര്യം. കോടതിക്ക് ഇപ്പോൾ അങ്ങനെ ഇഴകേറി പരിശോധിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. പക്ഷേ സ്വാതന്ത്ര്യ സമര സേനാനികളെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇന്ന് ഇന്ത്യയിലുണ്ട്. എവിടെല്ലാം കേസുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ, എവിടെല്ലാം കയറി ഇറങ്ങി നടക്കുന്നു. ശരിയാണ്, ഒരു കേസിൽ വിളിച്ചു വരുത്താനുള്ള സമൻസ് കോടതി ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഇതെന്ത് കേസാണെന്ന് സുപ്രീം കോടതി ചോദിക്കണ്ടേ? കെ കരുണാകരനെ എങ്ങനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? EMSനെ വിമർശിക്കാൻ പറ്റുമോ? സ്വാതന്ത്ര്യ സമര സേനാനിയല്ലേ? CPM എന്ന് പറയുന്ന പാർട്ടി ചൈനീസ് ചാരന്മാരുടെ പാർട്ടിയാണെന്ന് ഇവിടെ ആരെല്ലാം ആക്ഷേപിക്കുന്നു? CPMനും അതിന് നേതാക്കൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തമില്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തെ എടുത്തു വെച്ചുകൊണ്ട് പൂർണ്ണമായും നിങ്ങൾ ആക്ഷേപിക്കാൻ പാടില്ല എന്നാണെങ്കിൽ സവർക്കറിൻ്റെ കാര്യത്തിൽ വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ സവർക്കറെ നിങ്ങൾ പാടില്ല, അദ്ദേഹം ദൈവതുല്യനാണ്, അദ്ദേഹത്തെ ഇന്ദിരാഗാന്ധി വാഴ്ത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ മഹാത്മാഗാന്ധി വാഴ്ത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാത്രം തൊടാൻ പാടില്ല. ബാക്കി ആരെയും വിമർശിക്കാം. അപ്പോൾ കോടതി ഇതിനകത്ത് എടുക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഈ കീഴ്ക്കോടതിയോട് പറയണം. സവർക്കറെ വിമർശിച്ചു എന്ന് പറഞ്ഞ് കേസുമായിട്ട് വന്നാൽ എടുത്ത് കാട്ടിക്കളയണം. അങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട്. സവർക്കർ മാപ്പ് എഴുതിയിട്ടുള്ളത് നാഷണൽ ആർക്കൈവ്സിൽ കാണാൻ കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ മാപ്പപേക്ഷയുടെ പകർപ്പ് നാഷണൽ ആർക്കൈവ്സിൽ ഡൽഹിയിൽ ഇരിപ്പുണ്ട്. ആർക്ക് പോയി നോക്കാം. അതിനെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം മാപ്പപേക്ഷ എഴുതിയിട്ടുള്ള ആളാണെന്ന് പ്രസംഗിച്ചാൽ അതിൽ ഇത്ര പൊള്ളേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളായ ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചു സവർക്കർ എന്ന് പ്രസംഗിച്ചതിനാണ് ഈ കേസ്. സവർക്കർ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വൃത്തികേടുകൾ, വിമർശനങ്ങൾ, ശത്രുവിൻ്റെ ഏതൊക്കെ നമുക്ക് സ്വന്തമാക്കാം, അതൊക്കെ എങ്ങനെ ധർമ്മമാകുന്നു എന്ന് നമ്മൾ അറയ്ക്കുന്ന തരത്തിൽ എഴുതി വെച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന സവർക്കർ. ആ സവർക്കറെ വിമർശിച്ചുകൂടെ? അപ്പോൾ കോടതിയുടെ പോലും കാഴ്ചപ്പാടി പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു ദേശീയ ബിംബമാണ്, ചരിത്ര പുരുഷനാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മുഖ്യ പങ്കാളിയാണ്. മുഖ്യ പങ്കാളിയിലൊന്നുമല്ല, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് ഒരു ഘട്ടത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചത് അങ്ങനെയല്ല, വേറെ ചില ലക്ഷ്യങ്ങളായിരുന്നു. അപ്പം മുഖ്യധാര സ്വാതന്ത്ര്യ സമര മൂവ്മെൻറ്റിനെ കുറുകെ നിന്ന ആളുകൾ, അതിന് വട്ടം വെച്ച ആളുകൾ എന്ന നിലയ്ക്ക് അവർ വിമർശിക്കപ്പെടും. അത് തടയാൻ കോടതി വല്ലതും ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഒരു മാസം മുമ്പത്തെ കോടതിയുടെ വർത്തമാനവും ഇപ്പോഴത്തെ വർത്തമാനം ചേർത്ത് വെച്ചാൽ ഇന്ന് നമുക്ക് ആശ്വസിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.